ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. കേസ് നിലനിൽക്കുമോ എന്നതിൽ പോലീസ് ഇപ്പോൾ നിയമോപദേശം തേടും. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, ഈ നിരന്തരം പോലീസ് പിന്നാലെയുള്ള ഒരു നടൻ എന്ന നിലയ്ക്കാണ് പൊതുവെ ആളുകൾ ഇപ്പോൾ കരുതിയിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയെ. ഷൈൻ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നയാളാണെന്ന് നേരത്തെ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ കേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത് എന്നാണ് വാർത്തകൾ. എന്താണ് വിവരങ്ങൾ? അതുതന്നെയാണ് ഹർഷൻ. ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പോലീസിന് പലതും തെളിയിക്കാൻ കഴിയുന്നില്ല. മുൻപ് നമുക്കറിയാം കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ള കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ ഈ കേസ് പോലീസിന് വലിയ പരാജയമാണ് സംഭവിച്ചത്. അവിടെയും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അടുത്ത കേസ് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതും അഹമ്മദ് മുർഷാദ് എന്ന് പറയുന്ന ഷൈൻ്റെ സുഹൃത്തിനെയും ഷൈൻ്റെയും ചേർത്ത് പോലീസ് കേസെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ രാസപരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ഷൈന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ആ ഒരു വാദം നിലനിൽക്കില്ല, അല്ലെങ്കിൽ ഈ കേസുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മളൊക്കെ അറിയാവുന്നതാണ്. ഷൈൻ ഹോട്ടലിലെ 2ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും എല്ലാം ചെയ്തിരുന്നു. പിന്നീട് ഷൈൻ ഒളിവിലെല്ലാം പോയതാണ്. അത് ഷൈൻ ലഹരി ഉപയോഗിച്ചെന്ന് കൊച്ചിയിലെ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൊച്ചി സിറ്റി പോലീസ്, എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തത്. പക്ഷേ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഹർഷൻ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.